ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ 2024-ൽ എങ്ങനെയൊക്കെ നമ്മൾ ലാഭിക്കാൻ നോക്കിയാലും കറണ്ട് ബില്ല് കുത്തനെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കാണണം. ഇപ്പോൾ നമ്മൾ കറണ്ട് 2 മാസം കൊണ്ട് ഒരു 500 യൂണിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 3400 രൂപയോളം ബില്ല് വരും. അപ്പോൾ ഒരു 501 നമ്മൾ 2 മാസം കൊണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നത് 3936 രൂപയാണ്. അതായത് അധികം ഒരു യൂണിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 536 രൂപയാകും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB നമ്മുടെ ബില്ല് കണക്ക് ആക്കുന്നതിൻ്റെ ആ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ് KSEB ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒന്ന് ടെലിസ്കോപ്പിക്കും ഒന്ന് നോൺ ടെലിസ്കോപ്പിക്കും. അപ്പോൾ ഈ ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാറ്റഗറി വരുന്നത് 500 യൂണിറ്റ് വരെ 2 മാസം ഉപയോഗിക്കുമ്പോൾ വരുന്ന ആ ഒരു ഇതാണ് ടെലിസ്കോപ്പിക് എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ അതിൽ കൂടുതൽ വരുന്നതാണെങ്കിൽ നോൺ ടെലിസ്കോപ്പിക്കൽ വിഭാഗത്തിലോട്ട് വരും. ടെലിസ്കോപ്പിക്കിലാണെങ്കിൽ ഓരോ 100 യൂണിറ്റിനും ഓരോ ചാർജാണ് വരിക. അതായത് 1 to 100 യൂണിറ്റ് ആണെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3.3 രൂപ 25 പൈസയാണ് വരുന്നത്. അതുപോലെ തന്നെ 101 മുതൽ 200 വരെ യൂണിറ്റ് ആണെങ്കിൽ 4.5, 201 മുതൽ 300 വരെ ആണെങ്കിൽ 5 രൂപ 10 പൈസ. പിന്നെ അതുപോലെ 301 മുതൽ 400 യൂണിറ്റ് വരെ ആണെങ്കിൽ 6 രൂപ 95 പൈസ. 401 മുതൽ 500 യൂണിറ്റ് വരെ ആണെങ്കിൽ 8 രൂപ 20 പൈസ. ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. പിന്നെ നോൺ ടെലിസ്കോപ്പിക് ആണെങ്കിൽ 501 മുതൽ 600 യൂണിറ്റ് വരെ ആണെങ്കിൽ 6 രൂപ 40 പൈസയും 601 മുതൽ 700 യൂണിറ്റ് വരെ ആണെങ്കിൽ 7 രൂപ 25 പൈസയുമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മീറ്റർ ബോക്സിൽ KWH എന്ന് എഴുതിയിരിക്കുമല്ലോ, അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ലുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ നോൺ ടെലിസ്കോപ്പിക് ആണെങ്കിൽ മൊത്തത്തിൽ ഒറ്റ ചാർജായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ പീക്ക് സമയത്ത് ഈ കറണ്ടിൻ്റെ ആ പീക്ക് ലെവലുണ്ടല്ലോ, ആ പീക്ക് സമയത്ത് നമ്മൾ മാക്സിമം ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വീട്ടിലിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 6 മുതൽ ഒരു 10 മണി വരെ ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ ഓഫ് ചെയ്തിടണം. പിന്നെ അതുപോലെ ഫാനാണെങ്കിലും തൽക്കാലം ആ സീലിംഗ് ഫാനൊക്കെ ഒന്ന് മാറ്റിയിട്ട് BLDCയുടെ ഫാൻ വാങ്ങിച്ചിടുന്നതാണ് നല്ലത്. BLDCയുടെ ഫാൻ ആകുമ്പോഴത്തേക്കും സീലിംഗ് ഫാൻ വലിക്കുന്ന അത്രയ്ക്കും കറണ്ട് ബില്ല് കയറത്തില്ല. നമ്മൾ ഈ വൈകുന്നേരത്തുനിന്ന് നമ്മൾ 6 മുതൽ 10 വരെ കറണ്ട് ഒരുപാട് യൂസ് ചെയ്യില്ലെന്ന് പറയുന്നതിന് കാരണം എല്ലാവരും വൈകുന്നേരം മുതൽ ബൾബും ഒക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതായത് മിക്സിയും AC-യും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ലൈനിൽ ഓവർലോഡ് വലിക്കേണ്ടി വരും. അങ്ങനെ വലിച്ച് നമ്മൾ അവിടെ വലിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ഓട്ടോമാറ്റിക്കലി കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 6 മുതൽ 10 മണി വരെ ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന് കാരണം. അപ്പം ഫ്രിഡ്ജാണ് ഏറ്റവും കൂടുതൽ ആ വൈകുന്നേര സമയങ്ങളിൽ കറണ്ട് ഒരുപാട് ആകുന്നത് തന്നെ. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ് ചെയ്തിരിക്കണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.